എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗണപതി നാരങ്ങ കൊണ്ടൊരു അച്ചാറാണ്. അപ്പം ഗണപതി നാരങ്ങ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. അപ്പം ഇത് കൊണ്ട് നമുക്ക് ഒരുപാട് ഔഷധ കൂട്ടുകൾ തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് പൂജയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ ഗണപതി നാരങ്ങ ഉത്തമമാണ്. അപ്പം ഗണപതി നാരങ്ങ വീട്ടിലുള്ളവർ ഇതൊന്ന് അച്ചാറിട്ടൊന്ന് കഴിച്ചു നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അച്ചാറിടുന്നതിന് വേണ്ടി നമ്മുടെ നാരങ്ങയുടെ തൊലിയൊക്കെ മാറ്റി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഈ അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളക്, ഇവിടെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചെറു തീയിലിട്ടൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നാരങ്ങ ഒന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഇവിടെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായവും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വേണ്ട പുളിവെള്ളം നാരങ്ങയിലേക്ക് ചേർത്ത് നമുക്കൊന്ന് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്തൊന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളയ്ക്കണം. ഗണപതി നാരങ്ങയ്ക്ക് അധികം പുളിപ്പൊന്നും കാണില്ല, നല്ല ടേസ്റ്റാണ്. നമുക്ക് കഞ്ഞീരുടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമ്മൾ തണുത്തതിന് ശേഷം ഒരു ഭരണിയിലാക്കി അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് ദിവസം നല്ലതുപോലെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ആ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പം നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള ഗണപതി നാരങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക.